ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കൊന്ന് കൽപ്പാത്തി രഥോത്സവം കണ്ടിട്ട് വന്നാലോ. പിന്നെ നമുക്കെല്ലാം മുഹൂർത്തത്തിനുള്ള അവസാന നിമിഷത്തെ പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് ബാംഗ്ലൂർ ടു പാലക്കാട് ബസ്സുകളും ട്രെയിനും എല്ലാം ബുക്കാണ്, സീറ്റൊന്നുമില്ല. പിന്നെ ഒരു ആഗ്രഹമല്ലേ, നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തായതാണെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ബാഗും എടുത്ത് 4 മണിക്കൂർ ഓട്ടോയും പിടിച്ച് നേരെ ശാന്തിനഗർ സ്റ്റാൻഡിലോട്ട് വിട്ടു. മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഓട്ടോയിലിരുന്ന് തന്നെ ഫുഡും കഴിച്ചു. എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു ബസ് പിടിച്ച് കോയമ്പത്തൂർ ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ബസ് പിടിച്ച് പാലക്കാട് പോകാനായിരുന്നു പ്ലാൻ. എന്നാൽ ഒരു പരീക്ഷണാർത്ഥം അവിടെയുള്ള എല്ലാ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കൗണ്ടേഴ്സിലും പാലക്കാടേക്ക് ഏതെങ്കിലും ക്യാൻസൽ ടിക്കറ്റ് ഉണ്ടോ എന്ന് തപ്പി നടക്കുമ്പോഴാണ് SETCയുടെ എറണാകുളത്തേക്കുള്ള ഈ വണ്ടിയിൽ ലക്കിലി എനിക്കൊരു ക്യാൻസൽഡ് ടിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ സ്ട്രൈക്ക് കാരണമാണ് കേട്ടോ ഇത്രയും ടൈറ്റ് ആവുന്ന സീറ്റിന്. അങ്ങനെ വെളുപ്പിന് ഒരു 3 മണിയോടെ ഞാൻ പാലക്കാട് സ്റ്റാൻഡിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് താരേക്കട് അഗ്രഹാരത്തിലുള്ള എൻ്റെ സീനിയർ ചേച്ചിയുടെ വീട്ടിലെത്തി. ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി കുളിച്ച് അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അഗ്രഹാരത്തിനുള്ളിലൊരു വീട്ടിൽ താമസിക്കുന്നത്. ഇതാണ് അഗ്രഹാരത്തിൻ്റെ രാവിലത്തെ വ്യൂ. ഭയങ്കര പീസ്ഫുൾ ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇനി നമുക്ക് അഗ്രഹാരത്തിനുള്ളിലെ വീടിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഭയങ്കര സുഖമാണ് കേട്ടോ ഇതിന് ഉള്ളിൽ താമസിക്കാൻ. ഭയങ്കര തണുപ്പൊക്കെയാണ് ആൻഡ് ഭയങ്കര പഴമയുള്ള ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ രാവിലെ ഞങ്ങളതൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. കാരണം ഞങ്ങൾ വന്നപ്പോൾ വെളുപ്പിനെ ആയിരുന്നത് കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല, നേരെ ഉറങ്ങാനാണ് കിടന്നത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. തൊട്ടടുത്ത് തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡ്. അങ്ങനെ ഓട്ടോ എടുത്ത് ഞങ്ങൾ നേരെ കൽപ്പാത്തി അമ്പലത്തിലേക്കാണ് പോകുന്നത്. ചേച്ചിയുടെ അഗ്രഹാരത്തിൽ നിന്ന് വളരെ അടുത്താണ് കൽപ്പാത്തി അമ്പലം. കാശിയിൽ പാതി കൽപ്പാത്തി. സിനിമകളിലും കഥകളിലും മാത്രം കേട്ടിട്ടുള്ള കൽപ്പാത്തി കാണാൻ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ വൈകുന്നേരം വലിക്കാനുള്ള തേരും രഥവും ഒക്കെ റെഡിയായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കൽപ്പാത്തി വരുമ്പോൾ തന്നെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കുറേ ഫുഡ് സ്പോട്ട്സ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് വി ചോസ് മുരളി കഫേ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. രഥോത്സവത്തിൻ്റെ തിരക്കൊണ്ടാണോ എന്നറിയത്തില്ല, കടയ്ക്കുള്ളിൽ ഭയങ്കര റഷായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് പോലും കിട്ടിയത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൂരി സെറ്റും സേവയായിരുന്നു. ഈ സേവ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു സാധനം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷേ പൂരി ഞങ്ങൾക്ക് ഒട്ടും സാറ്റിസ്ഫൈങ് അല്ലായിരുന്നു. ഉത്സവത്തിൻ്റെ തിരക്കും സമയപരിമിതിയും കാരണം ഞങ്ങൾ വിചാരിച്ച എല്ലാ ഫുഡ് സ്പോട്ട്സും ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ട്രിപ്പ് കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതല്ല പാലക്കാടും അവിടുത്തെ രുചികളും അറിയാവുന്നത് കൊണ്ട് ഉടൻ തന്നെ ഒരു പാലക്കാട് ട്രിപ്പ് കൂടെ വേണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കും ക്യൂ ആയിരുന്നു. രാവിലെയാണ്, ചെറിയ വെയിലേ ഉള്ളെങ്കിലും പാലക്കാടിൻ്റെ ചൂട് നന്നായിട്ട് അറിയാനുണ്ടായിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ബാക്ക് സൈഡ് എത്തിയപ്പോൾ 90s കിഡ്സിന് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ സ്വീറ്റ്സ് കണ്ടു. കണ്ട പാതി ഞങ്ങൾ കുറേ സ്വീറ്റ്സും പെറുക്കി അവിടെ അടുത്തുള്ള ഷോപ്പിംഗ് ഏരിയയിൽ നിന്ന് കമ്മല്, പൊട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്വീറ്റ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ട്രഡീഷണൽ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ പോയി കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സ്വീറ്റ്സും കഴിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ 2-3 ക്ഷേത്രങ്ങൾ കൂടെ ഉണ്ട്. അവിടെയും ദർശനം നടത്തി കൽപ്പാത്തിയുടെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാക്കാത്തിയെ കണ്ടത്. എനിക്ക് അപ്പം തന്നെ കൈ നോക്കണമെന്ന് വല്ലാത്ത പൂതി. ഒരു സമാധാനത്തിന് ഞാൻ ആദ്യം ഇവനെ പിടിച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ കൈ നോക്കിയത്. കാക്കാത്തി പറഞ്ഞതെല്ലാം കേട്ട് ഞങ്ങൾ വളരെ ക്ഷീണിതരായി ഒരു കുലുക്കി സർബത്ത് കുടിക്കാനാണ് നേരെ പോയത്. എനിക്ക് കുലുക്കി സർബത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മേ ബി ഞങ്ങൾ സെലക്ട് ചെയ്ത ഫ്ലേവറിൻ്റെ കുഴപ്പമായിരിക്കാം. അങ്ങനെ കാക്കാത്തി പറഞ്ഞ ഭാവിയും ഭൂതവും വർത്തമാനത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിരുന്നപ്പോഴാണ് ഈ ചേട്ടനെ കണ്ടത്. അല്ലെങ്കിൽ അർഹതപ്പെട്ട അവസരങ്ങളും അംഗീകാരങ്ങളും കിട്ടാത്ത കഴിവുള്ള എന്തോരം മനുഷ്യരാണല്ലേ നമുക്ക് ചുറ്റും. ആ ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷായി ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വീണ്ടും കൽപ്പാത്തിയിലെത്തി. അഗ്രഹാരത്തിൻ്റെ ഭംഗിയും രഥോത്സവത്തിൻ്റെ തിരക്കും തേരുകടകളും ഒക്കെ കണ്ട് കൽപ്പാത്തിയിലൂടെ വൈകുന്നേരം ഇങ്ങനെ നടക്കുന്നത് തന്നെ വേറൊരു വൈബായിരുന്നു. രഥോത്സവം കഴിഞ്ഞ് 10 ദിവസം വരെയും ഈ തേരുകടകളൊക്കെ അവിടെ ഉണ്ടാവുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്.
അത് കഴിഞ്ഞ് ഞങ്ങൾ രഥത്തിന്റെ അവിടെ എത്തിയപ്പോൾ തേര് വലിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ വീണ്ടും കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയപ്പോഴാണ് കേരളമൊട്ടാകെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറൽ ബൺമസ്കയും ഇറാനി ചായയും കണ്ടത്. എന്നാൽ പിന്നെ അത് തന്നെ ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചായ കുടിക്കാൻ പോയ അന്നത്തെ വിശേഷങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളും എന്തിനാ ചായയുടെ ഉത്ഭവം വരെ ചർച്ച ചെയ്താണ് ഞങ്ങൾക്ക് ശീലം. നിങ്ങളും അങ്ങനെയാണോ എന്ന് കമന്റ് ചെയ്യണേ. ഈ യാത്രയുടെ അവലോകനവും നാളത്തെ പ്ലാനുമായിരുന്നു ഇന്നത്തെ ചായ ചർച്ച. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വീണ്ടും നടന്നു. ഇവന്മാരി മത്സരിച്ച് കമ്പനി വാങ്ങിക്കുന്നത് എനിക്കായിരിക്കും അല്ലേ? അങ്ങനെ അവിടുന്ന് ഒരു ഹണി ഗ്രേപ്പും കുടിച്ച് ഞങ്ങൾ നേരെ കുറേ തപ്പി നടന്ന് ഐശ്വര്യ മെസ്സിലെത്തി. ഇവിടുത്തെ സ്വീറ്റ്സ് നല്ലതാണെന്ന് അറിഞ്ഞ് വന്നതാണ്. പക്ഷേ ഇപ്പോൾ രഥോത്സവം പ്രമാണിച്ച് ഇൻഡിവിജ്വൽ പീസസ് കൊടുക്കുന്നില്ല, ഇങ്ങനെ ബോക്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു ബോക്സ് വാങ്ങിച്ച് തുറന്ന ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്വീറ്റ്സും ഇല്ലായിരുന്നു. നോർമൽ ലഡു, ജിലേബി, മൈസൂർ പാക്കൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടേസ്റ്റും അത്ര എക്സെപ്ഷണൽ ഒന്നും അല്ലായിരുന്നു. അങ്ങനെ നിരാശരായി ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. തിരിച്ചെത്തിയപ്പോഴത്തേക്കിനും രഥം വലിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കൂടുന്നുണ്ടായിരുന്നു. നമുക്കിത് പോയി വലിക്കാവുന്നൊന്നും അറിയാണ്ട് ഞങ്ങൾ സൈഡിൽ ഇത് കണ്ടുകൊണ്ട് നിന്നപ്പോൾ അഗ്രഹാരത്തിലുള്ളവർ നമ്മളോട് പറഞ്ഞു വേണമെങ്കിൽ കൂടിക്കോളാൻ. അത് കേട്ട പതി കേൾക്കാത്ത പതി ഞങ്ങളും പോയി വലിച്ചു. എൻ്റെ കൊച്ചു കുട്ടികളുടെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് രഥം വലിച്ചപ്പോൾ. അങ്ങനെ ജസ്റ്റ് ഒന്ന് രഥോത്സവം കാണാൻ പോയാൽ ഞങ്ങൾക്ക് രഥോത്സവത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് that was a blessed experience that we will cherish forever. And അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ രഥം വലിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് മന്ത്രം ചൊല്ലുന്ന കേൾക്കാൻ ഭയങ്കര പോസിറ്റീവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അഗ്രഹാരത്തിലുള്ളവരുടെ വിശേഷങ്ങളും കേട്ട് പിറ്റേന്നത്തേക്കുള്ള അവിടുത്തെ കോലൊരുക്കങ്ങളും കണ്ട് അവിടുത്തെ അമ്പലത്തിലെ പഞ്ചാരിമേളവും കേട്ട് ഞങ്ങൾ അങ്ങനെ നിന്നു. പഞ്ചാരിമേളത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ അത് കണ്ടു നിന്നു. അതിനുശേഷം അമ്പലത്തിന്റെ കൊളക്കടവിൽ വന്നിരുന്ന് കുറെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു കോഫിയും ബജ്ജിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കളിപ്പാട്ടവും സ്വീറ്റ്സും സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു നടന്നു. അപ്പോഴേക്കും ചേച്ചിയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉത്സവപ്പറമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഒരു ഓട്ടോ എടുത്ത് നേരെ അഗ്രഹാരത്തിലെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിരുന്നു. അപ്പോഴത്തേക്കും ചേച്ചി വന്ന് ഞങ്ങളെ ചേച്ചിയുടെ മലമ്പുഴയിലെ ഫോറസ്റ്റ് സൈഡിലുള്ള വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്റ്റേ അവിടെയാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.